Hi students, SLC IT sample questions sun clock ഭാഗത്തു നിന്നുള്ള questions നോക്കാം. Find the sunset time in New Delhi on 2023 November 12 with the help of sun clock software. Take a screenshot of it and save it in the exam 10 folder in home with your register number _ question number as file name. Display the time zone map on the sun clock software and select the location. Make suitable changes in the progress value and adjust the date and time. Run the animation and find the time when the day turns to dark over New Delhi. Take a screenshot of it. അപ്പോൾ ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. 2023 നവംബർ 12 ന്യൂഡൽഹിയിലെ സൂര്യാസ്തമയ സമയം സൺ ക്ലോക്ക് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ കണ്ടെത്തുക. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്യുക. സൺ ക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിച്ച് സ്ഥലം സെലക്ട് ചെയ്യുക. പ്രോഗ്രസ് വാല്യൂവിൽ അനുയോജ്യമായ മാറ്റം വരുത്തി തീയതി, സമയം എന്നിവ ക്രമീകരിക്കുക. ആനിമേഷൻ പ്രവർത്തിപ്പിച്ച് പകൽ മാറി ഇരുട്ട് തുടങ്ങുന്ന ഭാഗം ന്യൂഡൽഹിക്ക് മുകളിൽ എത്തുന്ന സമയം കണ്ടെത്തി സ്ക്രീൻഷോട്ട് എടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺ ക്ലോക്ക്, അപ്പോൾ ഇവിടെ സൺ ക്ലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ വിൻഡോ ഒന്ന് നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നു. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്കിതിൻ്റെ ടൂൾ ബാർ കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്യുക. അപ്പോൾ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടൈം സോൺ കിട്ടുന്നുണ്ട്. നമ്മളോട് ആദ്യം പറഞ്ഞത് ഡിസ്പ്ലേ ദ ടൈം സോൺ മാപ്പാണ്, അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സൺസെറ്റ് ടൈം ന്യൂഡൽഹി ഓൺ 2023 നവംബർ 12 ആണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂഡൽഹി എന്നുള്ളത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ന്യൂഡൽഹി എന്നുള്ള ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യു എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. യു എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇവിടെ യു എന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ തന്നിട്ടുണ്ട് ന്യൂഡൽഹി എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ന്യൂഡൽഹിയിലെ ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ കാണുന്ന യെല്ലോ സർക്കിളിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ റെഡ് കളറിൽ കാണിക്കും. ആ റെഡ് കളറിൽ കാണിക്കുമ്പോൾ ഇവിടെ താഴെയായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ന്യൂഡൽഹി എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇവിടെ ന്യൂഡൽഹി എന്ന് കാണിക്കുള്ളൂ. ന്യൂഡൽഹിയിലെ ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 23 നവംബർ 12 ആണ്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ ജി എന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഉള്ളത് സാറ്റർഡേ 20 ജാനുവരി 24 ആണ്. അപ്പോൾ നമുക്ക് 23 ആക്കണം. അതേപോലെ നവംബർ ആണ് പറഞ്ഞിരിക്കുന്നത്, നവംബർ 12 ആണ്. അപ്പോൾ അതിനായിട്ട് ജിയിൽ -30 കൊടുക്കുന്നു. അതിനായിട്ട് 30 ഡേയ്സ് എടുക്കുന്നു. 30 ഡേയ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈനസ് ചെയ്യാൻ വേണ്ടി ബി ആണ് യൂസ് ചെയ്യേണ്ടത്. ബി യൂസ് ചെയ്തു. അപ്പോൾ 21 ഡിസംബർ കിട്ടി. ഇനി ഒന്നും കൂടി നമ്മൾ പ്രസ് ചെയ്താൽ 21 നവംബർ ആയിട്ടുണ്ട്. ഇനി വീണ്ടും ജിയിൽ സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് 1 ഡേ അല്ലെങ്കിൽ 7 ഡേയ്സ് കൊടുക്കാം. 1 ഡേ എന്ന് കൊടുക്കുന്നു. 1 ഡേ എന്ന് സെറ്റ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് മൈനസ് ആണ് ചെയ്യേണ്ടത്. വീണ്ടും ബിയിൽ പ്രസ് ചെയ്യാണ്. 12 വന്നു. അപ്പോൾ ഇതാണ് നമ്മളോട് പറഞ്ഞിരുന്നത് 12 നവംബർ 2023. അപ്പോൾ ന്യൂഡൽഹി പിന്നെ സൺഡേ 12 നവംബർ 2023 ആണ്. ഇനി അവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ ഡേ ടേൺസ് ടു ഡാർക്ക് ഓവർ ന്യൂഡൽഹി. പിന്നെ ആ ഒരു ഡാർക്ക് ന്യൂഡൽഹിയുടെ മുകളിൽ വരുന്ന ടൈമിലാണ് നമ്മൾ ആനിമേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ജി എന്നുള്ളതിൽ 1 മിനിറ്റ് ആക്കി മാറ്റാം. അപ്പോൾ ഇവിടെ ജി എന്നൊന്ന് ക്ലിക്ക് ചെയ്തു, 1 മിനിറ്റ് ആക്കി മാറ്റി. ഇനി നമുക്ക് ഇതിൻ്റെ ആനിമേഷൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓ എന്നുള്ള ഓപ്ഷൻ, ഇവിടെയുള്ള ഓപ്ഷൻ കമാൻഡ് വിൻഡോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓപ്ഷൻ കമാൻഡ് വിൻഡോയിൽ നമ്മൾ ഈ ഒരു അപ്പസ്ട്രോഫി എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ വളരെ പതുക്കെയായിട്ട് ഈ ഒരു ആനിമേഷൻ മൂവ് ചെയ്യുന്ന കാണാം. അപ്പം നമുക്ക് ന്യൂഡൽഹിയുടെ മുകളിലേക്ക് ഡാർക്ക് വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ന്യൂഡൽഹിയുടെ മുകളിൽ ഡാർക്ക് വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ടാണ് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കാം. Run the animation to find the time when the day turns to dark over New Delhi. Take the screenshot. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. അതിനായിട്ട് പ്രിൻ്റ് സ്ക്രീൻ പ്രസ് ചെയ്യുന്നു.
അപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ സ്ക്രീൻഷോട്ട് പിക്ചേഴ്സിലായിരിക്കും ഉണ്ടാവുക. ആ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. അതിൽ പിക്ചേഴ്സ് എന്നുള്ളത് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പിക്ചേഴ്സ് എന്നുള്ള ഫോൾഡർ ഓൺ ചെയ്തു. അവിടെ സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ് സേവ് ആയിട്ടുണ്ട്. ഇതിന് നമ്മൾ റൈറ്റ് ക്ലിക്കിൽ റീനെയിം ചെയ്യാണ്. റീനെയിം ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ്. രജിസ്റ്റർ നമ്പർ കൊടുത്തു. _question നമ്പർ 1 ആണെങ്കിൽ 1 എന്ന് കൊടുത്തു. ഇങ്ങനെ റീനെയിം ചെയ്യാം. എന്നിട്ട് ഇതിനെ കോപ്പി, റൈറ്റ് ക്ലിക്കിൽ കോപ്പി കൊടുത്തു. ഹോമിൽ exam 10 എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. ഈ exam 10 എന്ന ഫോൾഡറിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഈ ഒരു സൺ ക്ലോക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞതുപോലെ അത് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യനും കൂടി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, open the sun clock software and do the following activities. Display the time zone map on the sun clock software. Display the longitudinal and latitudinal lines. Set the date 2024 September 21st. Display the sun and moon. Take a screenshot of it and save it in exam 10 folder in home with your register number _question number as file name. മലയാളത്തിലെ ക്വസ്റ്റ്യൻ നോക്കാം. സൺ ക്ലോക്ക് സോഫ്റ്റ്വെയർ തുറന്ന് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. സൺ ക്ലോക്കിൽ സമയമേഖല ഭൂപടം പ്രദർശിപ്പിക്കുക. രേഖാംശ രേഖകളും പ്രധാന അക്ഷാംശ രേഖകളും പ്രദർശിപ്പിക്കുക. തീയതി 2024 സെപ്റ്റംബർ 21 ക്രമീകരിക്കുക. സൂര്യചന്ദ്രന്മാരെ ദൃശ്യമാക്കുക. അപ്പം അതിനായിട്ട് നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ സൺ ക്ലോക്ക് മാക്സിമൈസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ടൂൾ ബാർ കിട്ടുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈം സോൺ മാപ്പാണ് വേണ്ടത്. അതിനായിട്ട് ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് പ്രസ് ചെയ്യുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഡിസ്പ്ലേ ദ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസിനായിട്ട് എന്ന് പറയുന്ന ടൂളാണ് പ്രസ് ചെയ്യേണ്ടത്. അതേപോലെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസിനായിട്ട് ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ ടി പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തു. അതേപോലെ തന്നെ ടിയും പ്രസ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ദ ഡേറ്റ് 2024 സെപ്റ്റംബർ 21st. അപ്പോൾ അതിനായിട്ട് വീണ്ടും ഇവിടെ എടുത്തു. ഇവിടുത്തെ ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഉള്ളത് ജാനുവരി 2024 ആണ്. അപ്പോൾ അത് നമുക്ക് ആക്കി മാറ്റേണ്ടത് സെപ്റ്റംബർ 21st ആണ്. അപ്പോൾ അതിനായിട്ട് ജി പ്രസ് ചെയ്യുന്നു. 30 days ആക്കി സെറ്റ് ചെയ്യുന്നു. ഇനി എ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലസ് ചെയ്യാണ്. അപ്പോൾ 19th ഫെബ്രുവരി ആയി. 19 ഏപ്രിൽ ആയിട്ടുണ്ട്. മെയ്, ജൂൺ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇനി നമുക്ക് വേണ്ട 21st ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ജിയിൽ 1 day ആക്കി സെറ്റ് ചെയ്യുന്നു. ഇവിടെ 21st എന്ന് ആക്കി മാറ്റുന്നു. ഇവിടെ 21st ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഡിസ്പ്ലേ ദ സൺ ആൻഡ് മൂൺ. അപ്പോൾ സൺ ആൻഡ് മൂണിനെ ഡിസ്പ്ലേ ചെയ്യാനുള്ള ടൂളാണ് വൈ. അപ്പോൾ ഈ വൈയിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ സണ്ണിനെ ഡിസ്പ്ലേ ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇത് സേവ് ചെയ്യാനാണ്. ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് ആൻഡ് സേവ് ഇൻ exam 10 ഫോൾഡർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുന്നു. പ്രിൻറ്റ് സ്ക്രീനിൽ കൊടുക്കുന്നു. അപ്പോൾ ഇത് സേവ് ചെയ്ത് കിടക്കുന്നത് പിക്ചേഴ്സിലാണ്. നമ്മൾ പ്ലേസസിൽ ഇവിടുന്ന് പിക്ചേഴ്സിലേക്ക് ഡയറക്റ്റ് പോവാം. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ പിക്ചർ അത് നമ്മൾ ഇവിടുന്ന് റീനെയിം ചെയ്യാണ്. റൈറ്റ് ക്ലിക്കിൽ റീനെയിം കൊടുക്കുന്നു. അവിടെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അത് കൊടുക്കുകയാണ്. _question number 1 കൊടുത്തു. ഇവിടെ നമ്മൾ റീനെയിം എന്ന് കൊടുക്കുന്നു. ഇതാണ് ഫയൽ. അപ്പോൾ ഇത് നമ്മളിനി റൈറ്റ് ക്ലിക്കിൽ കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഹോമിൽ exam 10 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യുന്നു. അതിൽ റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.